ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദ പറഞ്ഞ കഥയിലെ അയാളെ വിക്രം ആണെന്ന് പറയുമ്പോ മാഷ് വന്നിട്ട് പറയും അതിലൊരു തെറ്റുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരും. ശ്രീകാര്യൻ ശ്രീനിവാസൻ എന്നൊരു രാഷ്ട്രീയ ക്രിമിനലിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സൗഹൃദമല്ല വേദ പറഞ്ഞ ഈ കഥയിലെ കൂട്ടുകാർക്കുള്ളത്. മരണത്തിനു മുമ്പ് സ്വന്തം കുടുംബത്തെ കണ്ട് യാത്ര പറയാനുള്ള ഒരു ആഗ്രഹത്തിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുന്ന ഒരു സൗഹൃദമാണത്. എന്റെ മകനുള്ള ചീത്ത സൗഹൃദങ്ങളുമായി ഇത്തരം സൗഹൃദങ്ങളെ കൂട്ടിക്കുഴക്കരുത്, അത് തെറ്റാണ്. അത് കേൾക്കുമ്പോ വേദിക്കൊന്നും പറയാനില്ല. അങ്ങനെ അത്രയും പറഞ്ഞ് മാഷ് അവിടുന്ന് പോകുമ്പോ നന്ദിനി ഇതൊക്കെ കേട്ട് സന്തോഷിക്കുക. എന്നിട്ട് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? വേദയ്ക്കും എന്ത് നിന്റെ കഥ ശരിയല്ലെന്നും തെറ്റാണെന്നും എന്ന് നന്ദിനി പറയുമ്പോ വേദയ്ക്കും അങ്ങനെയാണോ നന്ദിനി അടുത്തേക്ക് മനസ്സിലായത്? നന്ദിനിക്കും അങ്ങനെയല്ലേ? അപ്പൊ വേദ ഇങ്ങനെ ചിരിക്കും. ഈ സമയം ശ്രീജ വേദയോട് പറയും, നീ പറഞ്ഞത് നല്ല കഥയാ വേദ, ഒന്നേ എനിക്ക് തോന്നിയുള്ളൂ. കൂട്ടുകാരന് വേണ്ടി ജീവൻ കളയാൻ വന്ന മറ്റേ കൂട്ടുകാരനെ പോലെ വിക്രമിന് വേണ്ടി ത്യജിക്കാൻ വന്ന അയാള് നീയാണ്. അവന്റെ ജീവനും ജീവിതവും നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ശ്രീചേർത്തി അടുത്ത് പോവാ. വേദ ഡ്രസ്സൊക്കെ എടുത്ത് പോകാൻ തുടങ്ങുമ്പോ നന്ദിനി പറയും, വേദേ അതിന് നീ ഇവിടെ വരുന്നതിന് മുമ്പ് വിക്രമിന്റെ കൂട്ടുകാരി ആയിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ശ്രീചേർത്തി പറഞ്ഞത് ശരിയാകും? വേദ ചിരിച്ചിട്ട് പറയും, നന്നായി ആലോചിച്ചോളൂ, ഒരു വിഷയം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ വേദ അവിടുന്ന് പോകും. നന്ദിനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെ ശരിയാകും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നന്ദിനിയുടെ. ശേഷം പിന്നീട് രാത്രി വേദ വെജിറ്റബിൾസ് എന്തോ കട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ വിക്രം അങ്ങോട്ട് വരും. പതിവില്ലാതെ നേരത്തെ വരുന്നാണുമ്പോ വേദ റൂമിലേക്ക് പോയി നോക്കുക. വിക്രം അപ്പോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണേ. അനിയൻകുട്ടന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വിക്രം. ഡ്രസ്സൊക്കെ മാറ്റിയത് എങ്ങോട്ടാ? വിക്രം പറയും, ഒരു സുഹൃത്തിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. വേദയ്ക്കും നല്ല സുഹൃത്തോ കെട്ട സുഹൃത്തോ? അത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനെ നോക്കും. വേദ പറയും, അല്ല അച്ഛനെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കെട്ട സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ല സൗഹൃദം ഒന്നും ഇല്ലാന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. വിക്രം പറയും, അതെ എനിക്ക് നല്ല സൗഹൃദങ്ങളൊന്നുമില്ല, എല്ലാം കെട്ട സൗഹൃദങ്ങളാ, എന്താ പോരെ? അപ്പൊ വേദ പറയും, അത് നന്നാക്കി എടുക്കാൻ നോക്കിയാ പോരെ? വിക്രം പറയും, മനുഷ്യരെ നന്നാക്കലോ കേടാക്കലോ അല്ല എന്റെ ജോലി, എനിക്കിഷ്ടം മനുഷ്യരായി മനസ്സിലാക്കല, എല്ലാ ഗുണങ്ങളോടും ദൗർബല്യങ്ങളോടും കൂടി എന്നെ അംഗീകരിക്കൽ. വേദ പറയും, എന്നിട്ട് ഇന്നുവരെ എന്നോടത് കാണിച്ചില്ലല്ലോ. വിക്രം ചോദിക്കും, എന്ത്? വേദ പറയും, എല്ലാ ഗുണങ്ങളോടും ദൗർബല്യങ്ങളോടും കൂടി എന്നെ അംഗീകരിച്ചില്ലല്ലോ എന്ന്. വിക്രം പറയും, ഓ ശരി, അങ്ങനെ അംഗീകരിക്കാൻ നിനക്ക് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടില്ല, മനസ്സിലായോ? അപ്പൊ വേദ പറയും, ദേ എന്നാ ദൗർബല്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാലോ. ഇങ്ങനെ പറഞ്ഞ് വിക്രമിന് പിന്നാലെ നടക്കുമ്പോ വിക്രം പറയും, പോയേ മെനക്കെടുത്തത് പോയേ, എനിക്ക് ഇറങ്ങാൻ സമയമായി. വേദയ്ക്കും ഏത് ചങ്ങാത്തത്തിന്റെ ദൗർബല്യം കൊണ്ടാണ് ആര്യപുത്രൻ ഈ സമയത്ത് ഇവിടുന്ന് യാത്ര പോകുന്നത് എന്നറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുക. ഉത്തരം പറഞ്ഞിട്ട് പോ. വിക്രം പറയും, ഷെടാ ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നത് നിന്നോട് പറയണോ? വേദറയും അവരുടെ അടുത്തുനിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, പുതിയ വേഷം ധരിച്ചു പോകുന്നോണ്ട് ചോദിച്ചതാ. വിക്രം ചിരിച്ചുകൊണ്ട് പെർഫ്യൂം അടിച്ചിട്ട് പറയും, ഞാൻ പോകുന്നത് എന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്കാ. ഇന്ന് രാത്രി ഞാൻ അവളുടെ കൂടെ അവിടെ കഴിയാൻ പോവാ. ഞങ്ങൾ തമ്മില് ഉല്ലാസമായി ഒന്ന് കൂടിയിട്ട് നാളെ രാവിലെ തിരിച്ചു വരാം, കേട്ടോ? അപ്പൊ വേദ പറയും, അത് നിങ്ങളുടെ ആഗ്രഹം, പക്ഷെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അതിനുള്ള ആംബിയർ ഇല്ല എന്നുള്ളതാണ് ഡി എന്ന് വിക്രം ചെറുതായിട്ടൊന്ന് വിളിക്കുമ്പോ വേദ പറയും, ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അക്കാര്യത്തില് നിങ്ങളൊരു പേടിത്തൊണ്ടനാണെന്ന്, ശരിയല്ലേ? ഇത് കേൾക്കുമ്പോ വിക്രത്തിന് അങ്ങ് ചെറുതായിട്ട് ചിരി വരും. അങ്ങനെ വേദയെ നോക്കി അങ്ങ് ചിരിക്കും. വേദയും, ഇന്ന് അനിയൻകുട്ടന്റെ ബർത്ത്ഡേ ആണ്, ചെറുതായി ഒരു പാർട്ടി കൊടുക്കണം. വേദ പറയും, ആഹാ എന്നാ പിന്നെ എന്നെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? അയ്യോ അങ്ങനെ ഇപ്പൊ വേദാളം സൂഹിക്കണ്ട, ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള പാർട്ടിയാ, പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ വിക്രം അവിടുന്ന് പോവാ. അപ്പൊ തന്നെ വേദയ്ക്ക് അവിടെ എത്തണമെന്നുണ്ട്. വേദ വേഗം ഫോൺ എടുത്ത്, പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ജോസഫിനെ വിളിച്ച്, ഇന്ന് അനിയൻകുട്ടിന്റെ ബർത്ത്ഡേ ആണല്ലേ? അത് ചേച്ചി, സിറ്റിയിലെ ലാവണ്യ റെസ്റ്റോറന്റിൽ വെച്ച് ഞങ്ങൾ അവനൊരു പാർട്ടി കൊടുക്കാൻ പോവാ. ആണോ? എന്റെ ബർത്ത്ഡേ വിഷസ് അറിയിക്കണേ, വിക്രത്തിന്റെ അടുത്ത് പറഞ്ഞയക്കാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യും. ഇപ്പൊ വേദയ്ക്ക് എവിടെ വെച്ചാണ് പാർട്ടി നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ, അത് ആലോചിച്ച് ഇങ്ങനെ നിക്ക. അങ്ങനെ വിക്രം അവിടെ ലാവണ്യ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വിക്രം പാർട്ടി റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ വിക്രത്തെ കാണാണ്. ഒരു ഗുണ്ടയാണ് അയാള്. വിക്രത്തിന്റെ തൊട്ടു പിറകെ തന്നെ വന്ന് നോക്കുന്നുണ്ട്. വിക്രം അയാളെ ശ്രദ്ധിച്ചിട്ടില്ല. എവിടെ ബർത്ത്ഡേ പോയി എന്ന് പറഞ്ഞ് വിക്രം അനിയൻകുട്ടിനെ പോയി എടുത്തു പൊന്തിക്കും. അങ്ങനെ ബർത്ത്ഡേ വിഷസ് അറിയിക്കും. ശേഷം ആഹാ സംഭവം ഇവിടെ കളറായിട്ടുണ്ടല്ലോ, ബർത്ത്ഡേ ഹോള് നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സജീവ് പറയും, ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ പണിയാ, ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞപ്പോ ഈ ഏരിയ തന്നെ അവരങ്ങ് സെറ്റ് ചെയ്ത് തന്നു. വിക്രം ചുറ്റിലും നോക്കിയിട്ട് പറയും, അത് കലക്കി. ജോസഫ് പറയും, നീ ഇരിക്കടാ. അങ്ങനെ അവർ നാലുപേരും കൂടെ ആ ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്തായിരിക്കും ഈ ഗുണ്ട വന്ന് ഡോർ തുറന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ അയാൾ അവിടുന്ന് പോകും. അങ്ങനെ വിക്രം അനിയൻകുട്ടനോട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോ എന്താവാൻ എന്നത്തെ പോലെയും ഈ ദിവസം അച്ഛൻ കുറച്ച് കരഞ്ഞു. തിരക്കിൽ ഉപേക്ഷിച്ചു പോയതിന്റെ സങ്കടം അത് തന്നെ. അടുത്ത പിറന്നാളിന് മുമ്പ് അച്ഛനെ നമുക്ക് ഓർഫനേജിൽ നിന്ന് കൊണ്ടുവരണം അനിയൻകുട്ട. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലേ ജോസഫേ, പക്ഷെ പുള്ളിക്കാരൻ ആര് നോക്കും? അപ്പൊ സജീവ് പറയും, നീ ഒരു പെണ്ണ് കേട്ടെ,
ഞാനോ? എനിക്ക് കാര്യം പെണ്ണു തരാനാ? ജോസഫ് പറയും അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അപ്പോഴേക്കും അനിയൻകുട്ടി ഞങ്ങൾ നാണം വരും. സജീവ് പറയും അവന്റെ നാണം കണ്ടില്ലേ കല്യാണം എന്ന് പറഞ്ഞപ്പോ. അങ്ങനെ സംസാരിക്കും. വിക്രം പറയും അല്ല കേക്ക് ഓർഡർ ചെയ്തില്ലേ? സജീവർ ഇതാ ഇപ്പൊ വരും. അങ്ങനെ വെയിറ്റർ വിളിച്ചിട്ട് അതെ ഞങ്ങൾ റെഡി ആയിട്ടോ. അപ്പൊ അയാൾ പറയും 2 minutes എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് ആഘോഷങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കണേ. ഈ സമയം മറ്റൊരു സ്ഥലത്ത് അഭിഷേകിന്റെ കൂട്ടത്തില് ഇപ്പൊ വേറൊരാൾ കൂടെ വന്നിട്ടുണ്ട്. അവരവിടെ മദ്യപാനത്തിലാണ്. വരണേ ആ വിക്രത്തിന്റെ ധൈര്യം എന്താണെന്നറിയോ? അയാളുടെ കൂടെ അവനുള്ളതാണ്. അയാളുടെ ധൈര്യം അവനും. ഒരു വിധത്തിലെ മാർക്കറ്റിലെ വട്ടിപ്പലിശയുടെ കാര്യം നമ്മൾ തിരികെ പിടിച്ചതാ. രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം എന്നൊക്കെ പറഞ്ഞ് ഇവൻ കുറച്ച് മാറി നിന്നിരുന്നു. അത് നമുക്ക് ഗുണമായിരുന്നു. പക്ഷെ ഇവൻ ഇപ്പൊ വീണ്ടും ഇറങ്ങി. വരുൺ പറയും ഇറങ്ങിയാൽ അവനെ അതുപോലെ തിരികെ കയറ്റാൻ നമുക്ക് പറ്റണം. അഭിഷേക് പറയും പറയാൻ എളുപ്പമാണ് പക്ഷെ പറ്റണ്ടേ. വരുൺ പറയും ഞാൻ ഉണ്ടായ പോരെ. അഭിഷേക് പറയും നീയല്ല നിന്റെ അച്ഛൻ MLA കൂടെ വേണം എന്നാ നടക്കും. നടന്നാൽ അഭിഷേക് പറയും നടന്നാൽ ശ്രീനിവാസൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇനി മുതൽ വാസുവണ്ണിന്റെ കയ്യിൽ വരും. വരുൺ ചോദിക്കും ഉറപ്പാണോ? അഭിഷേക് പറയും ഉറപ്പ്. മാത്രമല്ല അവർ ഇതുവരെ ചെയ്യാത്ത നിന്റെ ബിസിനസിനും ഇവിടെ നമ്മള് ട്രാഫിക് ഉണ്ടാക്കി തരും. അതും സ്കൂളിലെ പിള്ളേരെ വെച്ച് പോരെ. അപ്പോഴായിരിക്കും ഒരാള് അതായത് വിക്രം നേരത്തെ റെസ്റ്റോറന്റിൽ വരുന്നത് കണ്ട ആ ചങ്ങായി വന്നിട്ട് ഇവരടുത്ത് വിക്രം എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക. അവന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. സജീവിക്കും അവരെത്ര പേരുണ്ട്? വരുൺ ചോദിക്കും എന്താ നിനക്ക് പേടിയാണോ? അഭിഷേക് പറയും പേടിയുണ്ടല്ല ഇനി തോറ്റു പിന്മാറാൻ മനസ്സിലാത്തതുകൊണ്ടാ. വരുൺ പറയും എനിക്ക് വാ പ്രോഗ്രാം കഴിഞ്ഞ് അവൻ പോകുമ്പോ നമുക്ക് വഴിയിലിട്ട് പിടിക്കാം എന്ന് പറഞ്ഞു നിൽക്കാണ് അവരവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കേക്കൊക്കെ കൊണ്ടുവച്ച് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കണേ. അനിയൻകുട്ടൻ മൃഗത്തിരിയൊക്കെ ഊതിക്കെടുത്തി കേക്ക് കട്ട് ചെയ്യണേ. ആദ്യം വിക്രത്തിന് കൊടുക്കുമ്പോ വിക്രം അത് അനിയൻകുട്ടന്റെ വായിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ജോസഫിനും സജീവിനും എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ അപ്പോഴായിരിക്കും വെയിറ്റർ വന്നിട്ട് സാർ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ ഒരാൾ ചോദിക്കുന്നുണ്ട്. വിക്രം ചോദിക്കും ആരാ? ഒരു സ്ത്രീയാണേ. സ്ത്രീയോ എന്ന് പറഞ്ഞ് വിക്രമും എല്ലാവരും നിൽക്കും. സജീവ് പറയും വരാൻ പറയൂ. അങ്ങനെ അയാൾ പോയി വിളിച്ചോണ്ട് വരികയാണേ. അതിൽ വേദയ വന്നിരിക്കുന്നത്. വേദയെ കാണുന്നതും വിക്രം ഞെട്ടും. അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. വേദ വന്നിരിക്കുന്നത് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ്. അങ്ങനെ അത് കൊടുത്ത് അനിയൻകുട്ടനെ വിഷ് ചെയ്യും. താങ്ക് യു വേദ. ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ. വിക്രമും പറഞ്ഞില്ല. വേദ പറയും അതിന് ഞാൻ വരുന്നത് വിക്രത്തിനും അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ജോസഫ് പറയും ഓഹോ അപ്പൊ ഫോൺ വിളിച്ച് വിഷ് ചെയ്ത് എന്നെ വിളിച്ചത് ഈ സാധനം സംഘടിപ്പിച്ച് ഇവിടെ എത്താനായിരുന്നല്ലേ. അതെന്തായാലും ഗംഭീരായി. അപ്പൊ ജോസഫ് പറയും വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ കേക്ക് കൊടുക്ക്. അങ്ങനെ അനിയൻകുട്ടൻ ഒരു കഷ്ണം കേക്ക് വേദയ്ക്കും കൊടുക്കും. അങ്ങനെ ജോസഫ് ആ ഡ്രസ്സ് എടുത്തിട്ട് പറയും എന്തോ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല, ഞാനൊരു കണക്ക് വെച്ച് വാങ്ങിച്ചതാ. എനിക്ക് പിന്നെ അതിട്ട് വാ അനിയൻകുട്ടാ. വിക്രം പറയും അതിന്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ട്രൈ ചെയ്യാം. ഒന്ന് പോടാർന്നേ, പോയി ട്രൈ ഇട്ടിട്ട് വാടാ എന്ന് പറഞ്ഞ അനിയൻകുട്ടനെ അവിടുന്ന് പറഞ്ഞേക്കും. അല്ലെങ്കിലും വിക്രത്തിന് ഇങ്ങനെ വേദെന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു മുടക്കം പറയണത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ അല്പസമയം കഴിഞ്ഞ് അനിയൻകുട്ടനെ ആ ഡ്രസ്സ് ഇട്ട് വരുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും വിക്രത്തിനും. വിക്രം വേഗം എടുത്തവിടെ ചെയറിൽ കയറ്റി നിർത്തും. നല്ല രസമായിട്ടുണ്ടല്ലേ. വേദയും പറയും നല്ല ചെത്തായിട്ടുണ്ടല്ലോ, അടിപൊളി. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുമ്പോ പെട്ടെന്ന് അനിയൻകുട്ടൻ അങ്ങ് കരയും. എന്തിനാ അനിയൻകുട്ട കരയുന്നത് എന്ന് എല്ലാരും ചോദിക്കും. ഇന്നത്തെ ബർത്ത്ഡേ എനിക്ക് ശരിക്കും സ്പെഷ്യലായി, ഞാനിത് ഒരിക്കലും മറക്കില്ലടാ. മതി നമുക്ക് കഴിക്കാം. അപ്പൊ വിക്രം പറയും അതെ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അപ്പൊ അനിയൻകുട്ടൻ വിക്രത്തിന്റെയും വേദയുടെയും കൈ പിടിച്ചിട്ട് പറയും വിക്രം നിന്റെ ജീവിതത്തിലെ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ആളാണ് വേദയെ നീ വിഷമിപ്പിക്കരുത്, ഒരുമിച്ച് ജീവിക്കണം ഒരുപാട് കാലം സന്തോഷത്തോടെ. വിക്രം വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേദയും എന്നാ പിന്നെ നമുക്ക് കഴിക്കാൻ പോയാലോ എന്ന് സജീവ് പറയുമ്പോ ആന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാ. ഈ സമയം അങ്ങോട്ട് അഭിഷേകും വരുണും ഒരു വണ്ടിയിൽ വന്ന് നിൽക്കണേ. ഇവരെ വെയിറ്റ് ചെയ്ത് അല്പസമയം നോക്കി നിൽക്കും. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞവര് വണ്ടി എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വിക്രം ഇങ്ങനെ വേദന ഇടങ്ങണ്ടിട്ട് നോക്കുന്നുണ്ട്. അത് വേദ ശ്രദ്ധിക്കുന്നുണ്ട്. വേദ നോക്കുമ്പോ വിക്രം കാണാത്ത പോലെ ഇരിക്കും. അങ്ങനെ വീണ്ടും ഫുഡ് കഴിക്കും. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും വിക്രം അതുപോലെ തന്നെ വേദയെ ഇങ്ങനെ നോക്കും. അപ്പോഴും വേദ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ വിക്രവും വേദയും കൈയൊക്കെ വാഷ് ചെയ്ത് വരും. അപ്പോഴും ഇവര് കഴിച്ചു കഴിഞ്ഞില്ലേടാ, ഇതൊക്കെ ഒന്ന് തീർക്കണ്ടേടാ എന്ന് ജോസഫും പറയും. അത് കേൾക്കുമ്പോ അവര് ചിരിക്കാ. സജീവ് പറയും എങ്കിൽ നിങ്ങൾ പൊക്കോ, വേദ കൂടെ ഉള്ളതല്ലേ, പൊക്കോടാ. വേണ്ട ഒരുമിച്ചിറങ്ങാം. അനിയൻകുട്ടൻ പറയും കുഴപ്പമില്ലടാ വൈകണ്ട. അപ്പോഴും വിക്രം വേദ ഇങ്ങനെ നോക്കും. അല്ല അനിയൻകുട്ടന് ആരും ഉണ്ടോ? ഇവിടെ അടുത്തല്ലേ, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. ഷുവർ ആണല്ലോ? അതെ എല്ലാവരും പറയും. എങ്കിൽ പിന്നെ നിങ്ങളിത് കഴിച്ചു തീർക്ക് വേദ. അനിയൻകുട്ട അപ്പൊ ഗുഡ് നൈറ്റ്. വിക്രം പോകുന്ന നേരത്തെ അനിയൻകുട്ട വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ.
താങ്ക് യു സോ മച്ച്. അങ്ങനെ വിക്രമും വേദയും അവിടെ നിന്ന് പോവാണേ. ഈ സമയം ഇവര് ബൈക്കിൽ ഇങ്ങനെ വരുന്നത് വെയിറ്റ് ചെയ്തിട്ടാണല്ലോ അവിടെ അഭിഷേകും കൂട്ടരും നിൽക്കുന്നത്. വരുന്നുണ്ട്, നീ വണ്ടി എടുക്കടാ. ഈ സമയം ആ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി, നീ തള്ളേണ്ടി വരുമോ? അപ്പോഴേക്കും വിക്രം വേദയും ബൈക്കില് മുന്നിലങ്ങ് പോയി കളയും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞേ വണ്ടി സ്റ്റാർട്ടാവാത്തതിന്റെ പേരിൽ കുറ്റപ്പെടുത്തി നിൽക്കണേ. ഈ സമയം വിക്രം വേദയും ബുള്ളറ്റിൽ ഇങ്ങനെ പോകുമ്പോ വേദ പറയും, പാർട്ടി നന്നായിരുന്നു. അല്ലേ വിക്രു, ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? നിങ്ങളുടെയാണോ? സജീവിന്റെ ആണേ. വേദ പറയും, അല്ലെങ്കിലും നല്ലതൊന്നും നിങ്ങളുടെ തലയിൽ ഉദിക്കില്ലല്ലോ. അപ്പൊ വിക്രം വേദ ഇങ്ങനെ നോക്കുമ്പോ വേദ പറയും, നേരെ നോക്കി വണ്ടി ഓടിക്കി, ഇനി വല്ലയിടത്തും കൊണ്ടുപോയി ചാടണ്ട. അങ്ങനെ പോകുമ്പോ വേദ പറയും, നിർത്താൻ. വിക്രം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. എന്താ ആ കടയുടെ ഫ്രണ്ടിലേക്ക് നിർത്തോ? നല്ല കാലാവസ്ഥയല്ലേ, ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ബൈക്കിൽ ഇങ്ങനെ പോയാൽ നല്ല രസമായിരിക്കും, പ്ലീസ്. അപ്പോ വിക്രം ഒന്നും പറയുന്നില്ല, വണ്ടി ആ കടയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോയി നിർത്തണേ. വേദ പോയി ചായ പറയുമ്പോഴേക്കും ചേച്ചി ഒരു കട്ടൻ എന്ന് വിക്രം വിളിച്ചു പറയും. വേദയ്ക്കും വിക്രമിന് വേണ്ട. വിക്രം പറയും വേണ്ട. അപ്പൊ വേദ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് വരും. നല്ല മഴക്കോളുണ്ടെന്ന് തോന്നുന്നു. മഴ നനഞ്ഞ് ബൈക്കിൽ പോകുന്നത് നല്ല രസമായിരിക്കല്ലേ? വിക്രം പറയും, അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. വേദ വിചാരിക്കും മുരടൻ. അപ്പോഴേക്ക് വിക്രം ചായ വാങ്ങിച്ച് വേദയ്ക്ക് കൊടുക്കും. വേഗം കുടിക്കാൻ നോക്ക്, മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താനുള്ളതാ. അപ്പോഴായിരിക്കും ഒരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നത്. വിക്രം തിരിഞ്ഞു നോക്കുമ്പോ വരുണും അഭിഷേകും കൂട്ടരും ഗുണ്ടകളും ആയുധങ്ങളൊക്കെ ആയിട്ടാ വരുന്നത്. ഇത് കാണുന്നതും വിക്രമും വേദയും പേടിച്ചു വന്നിട്ടുണ്ട്. വേദ ഇങ്ങോട്ട് മാറി നിൽക്ക്. അപ്പോഴേക്കും ഒരു ഗുണ്ട വന്ന് വിക്രമിനെ വെട്ടാനെ ഒരുങ്ങുമ്പോ ആ വെട്ട് കിട്ടുന്നില്ല. അയാളെ പിടിച്ച് വിക്രം നന്നായി കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു അടിപിടി ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേദ നന്നായി പേടിച്ചിട്ടുണ്ട്. അങ്ങനെ വിക്രത്തെ അവിടുത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണേ. അപ്പോഴേക്കും ഗുണ്ടകളെല്ലാവരും വിക്രത്തിന് ചുറ്റും നിൽക്കും. വേദ ഇങ്ങനെ അയ്യോ വിക്രം എന്ന് പറഞ്ഞ് പിറകിൽ തന്നെയുണ്ട്. പിന്നെ വിക്രത്തിന്റെ കളരി എടുക്കാൻ തുടങ്ങാണേ. ഒരാളെ നോക്കി മറ്റൊരാളെ അടുക്കി, അങ്ങനെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തണേ. അപ്പോഴായിരിക്കും ഈ കാഴ്ച കണ്ടുകൊണ്ട് ഓട്ടോയില് അനിയൻകുട്ടൻ വരുന്നത്. ഓരോരുത്തന്മാരായിട്ട് വിക്രത്തിനെ ഇങ്ങനെ അടിക്കുമ്പോ വിക്രം അവരെ എല്ലാവരെയും ചവിട്ടി മാറ്റുന്നുണ്ടെങ്കിലും വരുൺ കത്തി എടുക്കണേ. ഇത് അനിയൻകുട്ടൻ കാണും. വിക്രം അടിയുടെ ആ ഒരു ഇതില് ഈ വിളിക്കുന്നതും ഇങ്ങനെ വരുൺ ബാക്കിലൂടെ വരുന്നൊന്നും കാണുന്നില്ല. അനിയൻകുട്ടനെ ഓടി വന്നിട്ട് എടാ വിക്രം മാറ് എന്ന് പറഞ്ഞ് വിക്രത്തെ അങ്ങ് അവിടുന്ന് മാറ്റി നിർത്തുന്ന സമയം വരുൺ വിക്രത്തിന്റെ വയറ്റിലോട്ട് കുത്താനായിട്ടാ വരുന്നത്. ഇത് നേരെ അനിയൻകുട്ടനെ കിട്ടുന്നത്. അനിയൻകുട്ടന് ഹൈറ്റില്ലല്ലോ. അനിയൻകുട്ടന്റെ കഴുത്തിന്റെ ഭാഗത്തായിട്ടാണ് ഈ കുത്ത് കിട്ടുന്നത്. വേദ ആകെ പേടിച്ചു പോവും. വിക്രം ഒച്ചത്തില് അനിയൻകുട്ട എന്ന് വിളിക്കും. അനിയൻകുട്ടൻ വേദന കൊണ്ട് അമ്മയെന്ന് വിളിച്ച് കരയണേ. അപ്പോഴേക്ക് വരുൺ ആള് മാറിപ്പോയല്ലോ. എന്ന് പറഞ്ഞ വാടാ എന്ന് പറഞ്ഞതിന് ശേഷം ഗുണ്ടകളെ കൂട്ടിയായിരുന്നു ഓടിപ്പോവാ. അനിയൻകുട്ട എന്ന് വിളിച്ച് വിക്രം വേഗം എടുത്ത് മടിയിൽ വെക്കാണേ. ആ ഗുണ്ടകൾ ഓടി പോകുന്ന കാണുമ്പോ വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അനിയൻകുട്ടനെ അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. വേദ അനിയൻകുട്ട എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. വിക്രം അലറി വിളിച്ച് കരയാ. അനിയൻകുട്ടൻ വേദന കൊണ്ട് പൊളയാണേ. വിക്രത്തിന് ഒന്നും ചെയ്യാനാവുന്നില്ല. അങ്ങനെ അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. വിക്രം എന്തായാലും വേഗം അനിയൻകുട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്